ഹലോ ഡിയേഴ്സ്, നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജിയുടെ ഓഫ്ലൈൻ ക്ലാസ്സും കൂടെ തന്നെ ലേണിംഗ് സെൻസിറ്റിവിറ്റി അനലൈസ് ക്യാമ്പും പ്രാക്ടിക്കൽ ക്യാമ്പും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ 9:30 മുതൽ 11:30 വരെ നമ്മുടെ സൈക്കോളജിയുടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ലേണിംഗ് സെൻസിറ്റിവിറ്റി അനലൈസ് ക്യാമ്പ് ഉണ്ടാവും. പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ ക്യാമ്പാണ്. അതായത് ഒരു കുട്ടി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ ആ കുട്ടിയുടെ കൈ നോക്കി തന്നെ ആ കുട്ടിക്ക് എത്രത്തോളം ലേണിംഗ് സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ കുട്ടിയുടെ കൈകളിൽ തന്നെ ഇത് വ്യക്തമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവുന്നതാണ്. ഇത് സൈക്കോളജിക്കൽ ഒരു എന്താ പറയുക, സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണത്. ഒരു നല്ല സ്കിൽ കോഴ്സാണ്, ഒരു സ്കിൽ പാർട്ടാണത്. അപ്പോൾ നമ്മളടുക്കലേക്ക് ഒരു രക്ഷിതാവ് ഒരു വിദ്യാർത്ഥിയുമായിട്ട് വരികയാണ്. എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, പഠിക്കുന്നൊന്നും അവനക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അവന് വേഗം മറന്നു പോകണം. ഇത്തരത്തിലുള്ള പ്രോബ്ലമൊക്കെ നമ്മുടെ അടുക്കൽ വരുന്ന സമയത്ത് നമുക്ക് അവരുടെ ലേണിംഗ് സെൻസിറ്റിവിറ്റി എത്തുന്ന മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ കൈകളിൽ തന്നെ അതുണ്ടാവും, വ്യക്തമായിട്ടുണ്ടാവും. ജന്മനാ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ലേണിംഗ് സെൻസിറ്റിവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് പ്രാക്ടിക്കലായിട്ട് പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ നമുക്ക് 11:30 മുതൽ 2 മണി വരേക്കും പ്രോഗ്രാം ഉണ്ടാവാം. അത് നിങ്ങളിൽ തന്നെ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലേണിംഗ് സെൻസിറ്റിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രാക്ടിക്കലായിട്ട് പഠിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങുന്നതാണ് നമ്മുടെ പ്രോഗ്രാമുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഈ 8 ജില്ലകളിലാണ് പ്രോഗ്രാം നടക്കട്ടോ. ഓക്കെ, അതിന് പ്രോഗ്രാം വരുന്നത് 1000 രൂപയാണ് പേയ്മെൻറ്റ് ടോട്ടൽ വരുന്നുള്ളൂ. അതിൽ സൈക്കോളജിയുടെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ലേണിംഗ് സെൻസിറ്റിവിറ്റി അനലൈസ് ക്യാമ്പിന് പേയ്മെൻറ്റ് ഉണ്ടാവും. അതിനുശേഷം നമുക്ക് മെൻ്റലിസം പഠിച്ചവർക്ക് മെൻ്റലിസം പ്രാക്ടീസ് ചെയ്യാനുള്ള നല്ല അവസരം ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ തന്നെ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലോ നമ്മുടെ കുടുംബങ്ങളിലോ ഒരു കുട്ടിയെ നമ്മൾ കണ്ടാൽ, ഒരു വിദ്യാർത്ഥിയെ കണ്ടാൽ ആ വിദ്യാർത്ഥിക്ക് എത്രത്തോളം വിദ്യാർത്ഥിയുടെ ലേണിംഗ് സ്പീഡ് എത്രത്തോളം ഉണ്ട് എന്ന് ആ കുട്ടിയുടെ കയ്യിൽ തന്നെ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താനും നോക്കിയെടുക്കാനും സാധിക്കും. ഇനി LS കുറവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനേക്ക് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? അത് LS കൂട്ടാൻ വേണ്ടിയിട്ടല്ല, എങ്ങനെയാണ് ഇനി അവർ പഠിക്കേണ്ടത്, പഠനത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെയാണ് കണ്ടെത്തുന്ന പഠിക്കലാണ്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ഇത് കണ്ടെത്താൻ മനസ്സിലാക്കലാണ്. അത് അളന്ന് തിട്ടപ്പെടുത്തി എങ്ങനെയാണ് നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം പിന്നെ നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എങ്ങനെയാണ് ഈ LS വളരെ കുറഞ്ഞ ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് റെമഡീസ് നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കിത് പറഞ്ഞു തരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആവും. സ്കൂളിലൊക്കെ LS A, B, C നമുക്ക് വേണ്ടി കാറ്റഗറൈസ് ചെയ്യാം, ഓരോരുത്തരെ ഡിവിഷൻ ചെയ്യാം അല്ലേ. LS കൂടിയുള്ള ആളുകളെ A ക്ലാസ്സിലേക്കും ഒരു മീഡിയം ലെവലിലുള്ള ആളുകളെ B ക്ലാസ്സിലേക്കും അതിന് താഴെയുള്ള C ക്ലാസ്സിലേക്കൊക്കെ ഡിവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടാനുള്ള ഒരു കാരണമായി മാറും. ഓക്കെ, ലേണിംഗ് സെൻസിറ്റിവിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഏൺ ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടും അത് ഉപയോഗപ്പെടുത്താവുന്നത്.